ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ, അതിൻ്റെ തന്നെ ഹാഫ് പെഡസ്റ്റൽ സിസ്റ്റമാണ്. ഹാഫ് പെഡസ്റ്റൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബാത്റൂമാണ്, ചെറിയ ബാത്റൂമായത് ഇഞ്ചിൻ്റെ വരുന്ന ഒരു വാഷ് ബേസിനാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കണക്ഷൻ പൈപ്പും അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് പൈപ്പും കാണാത്ത രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പെഡസ്റ്റൽ കൂടി വരുന്നുണ്ട്. അതിൻ്റെ പെഡസ്റ്റൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓൾറെഡി അതിൻ്റെ തന്നെ വൈറ്റാണ് ഫുൾ വരുന്നത്, രണ്ടും വൈറ്റ് തന്നെയാണ്. സെറയുടെ മോഡലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടും കൂടി ഏകദേശം വരുന്ന റേറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് പെഡസ്റ്റൽ വരുന്നത്. പെഡസ്റ്റൽ വളരെ നല്ല ക്വാളിറ്റി പെഡസ്റ്റൽ തന്നെയാണ്. കാരണം നല്ല കനം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സ്ക്വയർ ടൈപ്പ് തന്നെ വരുന്നുണ്ട്. നല്ല നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല കനമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ പെഡസ്റ്റൽ വരുന്നത് തന്നെ. ഇനി നമുക്കത് വാഷ് ബേസിൻ വെച്ചതിന് ശേഷം നോക്കാം. ഇനി നമുക്ക് ഈ വാഷ് ബേസിൻ ഓൾറെഡി നമുക്ക് ചെറിയൊരു ഏരിയയാണ് ബാത്റൂം വരുന്നത്. ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ട് 18 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ്. പക്ഷേ 18 ഇഞ്ചിനേക്കാൾ വലിപ്പം കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുമാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നല്ല നീറ്റായിട്ട്, അതായത് പണ്ടത്തെ സ്റ്റൈലല്ല, നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വയ്ക്കുന്ന വാഷ് ബേസിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ഹൈറ്റ് വരുന്നത് 34 ഇഞ്ചാണ് വരുന്നത്. 34 ഇഞ്ച് അത് വാഷ് ബേസിൻ്റെ ടോപ്പ് വരും. അതിൽ നിന്നും 16 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഒരു പെഡസ്റ്റലിൻ്റെ റേഞ്ച് വരുന്നത്. അതായത് ആ ടോപ്പിൽ നിന്നും വാഷ് ബേസിൻ വയ്ക്കുന്ന 34 ഇഞ്ചിൽ നിന്നും അതിൽ നിന്നും താഴേക്ക് 16 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ പറയുന്ന വേസ്റ്റ് പൈപ്പും അതുപോലെ തന്നെ വേസ്റ്റ് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കണക്ഷൻ പൈപ്പും അതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഈ പെഡസ്റ്റൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ടോപ്പ് 34 ഇഞ്ചിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈറ്റാണ് വരുന്നത്. 34 ഇഞ്ചിൽ നമുക്ക് വാഷ് ബേസ് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി അതിനുശേഷം നമുക്ക് ഈ പെഡസ്റ്റൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് ഡിസൈൻ കൂടി ഒന്ന് നോക്കാം. നമുക്ക് പെഡസ്റ്റൽ വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പെഡസ്റ്റൽ വെച്ച് കഴിയുമ്പോൾ വളരെ നീറ്റായിരിക്കും. അതായത് വാഷ് ബേസിൻ്റെ ആ ഏരിയ തന്നെ വളരെ നീറ്റായിരിക്കും. ഒന്നും തന്നെ നമുക്ക് ഒരു പൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. വളരെ നീറ്റായിട്ട് നല്ലൊരു മോഡൽ തന്നെയാണ്. കാരണം അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ചില പെഡസ്റ്റലുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് വാഷ് ബേസിനും പെഡസ്റ്റലും ഇരിക്കുന്ന അതിൻ്റെ ഏരിയയിൽ തന്നെ വലിയൊരു ഗ്യാപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ നീറ്റായിട്ട് അതിൻ്റെ ഡിസൈനിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഡിസൈൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്.